കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിക്കണേ. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സബോള അരിഞ്ഞ വെച്ചാൽ വട്ടത്തിൽ അരിഞ്ഞ വെച്ചാൽ സബോള എടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണേ. സബോള ഇടുക. നമ്മൾ സ്റ്റവ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണേ. അതാദ്യം ശ്രദ്ധിക്കണം. ഒരുപാട് സബോളയ്ക്ക് ഇങ്ങനെ റൗണ്ടിൽ സെറ്റാക്കിയിട്ടുണ്ട്. അതിട്ടാണ്. തക്കാളി നമുക്ക് ലാസ്റ്റ് ഇടാം. പച്ചമുളകും നമുക്കിത് സബോള ഇടുക. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കൊടുക്കണം. ഗരം മസാല പാക്കറ്റ് ഇട്ടാണ്. ഗരം മസാല പാക്കറ്റ് എല്ലാം ഒന്നും ഗരം മസാല കുരുമുളകൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും വിചാരിക്കണം. എന്നിട്ട് കുറച്ച് ഗരം മസാല പൊടിയിട്ടുണ്ട്. എണ്ണ ഇത്തിരി നിറയെ ഒഴിക്കണം. എണ്ണ നിറയെ ഒഴിച്ചിട്ട് ഗരം മസാല പൊടി നന്നായിട്ട് വഴറ്റിയിട്ട് വേണം ഒന്നുകൂടി നല്ലവണ്ണം വഴറ്റിയാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല കളർ പോലെ കുരുമുളക് പോലെ നന്നായിരിക്കും. നല്ലപോലെ വഴറ്റണം. അപ്പോൾ അതിങ്ങനെ ഈ റിങ് പോലെ നന്നായിട്ട് വരും. ഇവിടെ കാണാൻ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും. ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്യണ്ടേ. കളറിന് വേണ്ടിയിട്ട് ഇത് മുളക് പൊടി ഇങ്ങനെ ചെയ്യാണ്. ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ. കുറച്ച് മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് മതി കളറിന് വേണ്ടിയിട്ട്. പക്ഷേ കുറച്ചും കൂടി എണ്ണ ഇങ്ങനെ എടുത്ത് വെക്കണം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കണേ. ഏകദേശം ഈ പരുവത്തിലായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഏറ്റായിട്ട് അതും കൂടി ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം.
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. അപ്പോൾ ആദ്യം ഗരം മസാല ഇടുക, പിന്നെ ശേഷം അതൊന്ന് മൂത്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ളത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഈ കളറിൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇനിയാണ് നമുക്ക് തക്കാളി ആഡ് ചെയ്യുന്നത്. അത് കുറച്ച് ഏകദേശം ആയിട്ടുണ്ട്. നോക്കാം, നമുക്ക് തക്കാളി കുറച്ച് കൂട്ടാം. കുറച്ച് തീ കൂട്ടി കൊടുക്കാം. നമുക്ക് ഈ തീ വന്ന് കുറച്ച് ഫ്ലെയിമിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. തക്കാളി ഉള്ളതുകൊണ്ട് വെള്ളം ഉള്ളതുകൊണ്ടേ അപ്പോൾ പിന്നെ പേടില്ല. മറ്റേതാകുമ്പോൾ അങ്ങനെ ഡ്രൈ ചെയ്യാൻ നിൽക്കുന്നുണ്ടോ, തക്കാളിയിൽ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് ഇതൊക്കെ കൂടി ഇങ്ങനെ നന്നായി വഴറ്റി വരണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തക്കാളിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ അടി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ എണ്ണ നമുക്ക് കുറച്ച് മതി. അപ്പോൾ ഇങ്ങനെ പതുക്കെ തക്കാളി നന്നായി ഉടഞ്ഞ് അങ്ങനെ മിക്സ് ആക്കണം. എണ്ണ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കാരണവശാലും അടി പിടിക്കാൻ നോക്കാം. കുറച്ചും കൂടി നമുക്ക് ഗ്യാസ് വന്ന് ലോ ഫ്ലെയിമിലാക്കി തക്കാളി എണ്ണ ഉടച്ചു കൊടുക്കണം. തക്കാളി എണ്ണ ഉടച്ചു കൊടുത്താൽ ഇതുണ്ടാവും, ടേസ്റ്റ് വേണമെങ്കിൽ തക്കാളി ഇങ്ങനെ ഉടയ്ക്കുക. ഒരു കാരണവശാലും അടി പിടിക്കാതെ നോക്കണം, എന്നാലേ നമുക്കിത് കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അടി പിടിച്ച് കഴിഞ്ഞാൽ അതിന് സ്റ്റൗ നമുക്കൊന്ന് കുറച്ച് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട്